ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ഫിസിക്കൽ അസാൾട്ട് നേരിട്ട് പുറത്തു പോയി 3 ആഴ്ചകൾക്ക് ശേഷം തിരിച്ചു വന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ സിജോയുടെ വരവിനെ ഒരുപാട് കാത്തിരുന്ന പ്രേക്ഷകരുണ്ടായിരുന്നു. സിജോയുടെ വരവ് ഈ ഗെയിമിനെ മാറ്റിമറിക്കുമെന്ന് കരുതിയ പ്രേക്ഷകരുണ്ടായിരുന്നു. സിജോ തിരിച്ചു വന്നപ്പോഴും സിജോയുടെ ആ ഫസ്റ്റ് ഡയലോഗ്, അതായത് അവിടെ വന്ന് സിജോ പറഞ്ഞ ഫസ്റ്റ് ഡയലോഗ് തന്നെ ആവേശം കൊള്ളിക്കുന്ന ഒരു ഡയലോഗായിരുന്നു. ഞാൻ തീപ്പൊരിയായിട്ടാണ് വരുന്നത് എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ രണ്ടാമത് റീ എൻട്രി ചെയ്യുമ്പോൾ തീപ്പൊരിയല്ല, ഒരു കാട്ടുതീയായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിജോ വീണ്ടും ഗെയിമിലേക്ക് റീ എൻട്രി ചെയ്തത്. അതോടൊപ്പം തന്നെ അവിടെ ഉള്ളവരെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു, എനിക്കെതിരെ കളിക്കേണ്ടവർക്ക് കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ജാസ്മിൻ്റെ മറ്റൊരു സാരിത്തുമ്പാവാനാണോ സിജോയുടെ തയ്യാറെടുപ്പ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നലെ ജയിലിൽ വെച്ച് സിജോ പറഞ്ഞ കാര്യം, അതായത് ജയിലിലെ പ്രശ്നം നടക്കുമ്പോൾ സിജോ ഒരിക്കലും ഒരു ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടല്ല സംസാരിച്ചത്, ജിൻഡോക്കെതിരെയാണ് സംസാരിച്ചത്. ജിൻഡോ ഇന്നലെ കുറേ ജിൻഡോയെ ചീത്ത പറയുകയും ജിൻഡോയെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് കാണുകയോ ചെയ്യാതെയാണ് ഏകപക്ഷീയമായിട്ട് സിജോ വന്നിട്ട് ജിൻഡോയ്ക്കെതിരെ അവിടെ സംസാരിക്കുന്നത്. അതേപോലെ തന്നെ മിനിഞ്ഞാന്ന് നടന്ന ആ ടാസ്കിൻ്റെ സമയത്ത് ബിഗ് ബോസ് വരെ എടുത്ത് പറഞ്ഞു ഇതൊരു ഫിസിക്കൽ ടാസ്ക്കാണ് എന്ന് എടുത്ത് പറഞ്ഞിട്ടും ജിൻഡോയ്ക്കെതിരെയാണ് സിജോ അവിടെ ശബ്ദമുയർത്തി ജിൻഡോയ്ക്കെതിരെയാണ് സംസാരിച്ചത്. ആദ്യം ജിൻഡോ അനുകൂലമായി സംസാരിച്ചുവെങ്കിലും പിന്നീട് ആ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും തന്നെ ജിൻഡോയ്ക്കെതിരെ നിന്നു. അതിന് മുന്നിൽ നിന്നത് സിജോ തന്നെയാണ്. അപ്പോൾ എന്ത് കാട്ടുതീയായിട്ടാണ് സിജോ അവിടെ വന്നത്? എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്ന ഒരാളെ, അതായത് നമുക്കറിയാം ജിൻഡോ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, ജിൻഡോയെ അവിടെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചേരാനാണോ ഈ സിജോ കാട്ടുതീയുമായി വന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല.